CPM-ന്റെ പാർട്ടിക്കകത്ത് തന്നെ നിരവധി ആളുകൾ ഇത്രയും ദിവസത്തിനുള്ളിൽ 200 ചില്ലാനം കോടി രൂപയുടെ പുതിയ ഉത്തരവുകൾ CPM കൂടുവിട്ട് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ നട്ടുച്ച നേരത്തും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത്രമാത്രം ഒരു പിണറായി വിരുദ്ധ വികാരം ഈ നാട്ടിൽ അലയടിക്കുന്നു എന്നതായ MLA-ക്ക് കിട്ടിയ വോട്ടിനേക്കാളും ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള സൗരോർജ്ജ വേലിയോ അതനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. കേവലം 7 ദിവസത്തിനപ്പുറം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇഞ്ചോടിഞ്ച് മത്സരങ്ങളാണ് ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഭരണം നിലനിർത്തുവാൻ LDF-ഉം ഭരണം തിരിച്ചുപിടിക്കുവാൻ UDF-ഉം തമ്മിലുള്ളൊരു വാശിയേറിയ പോരാട്ടത്തിനാണ് കേരളത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. നിലമ്പൂരിലും ഇപ്പോൾ ആവേശം അലതല്ലുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് സിറ്റിംഗ് MLA കൂടിയാണ് നമ്മളോടൊപ്പം ചേരുകയാണ്. നിലമ്പൂർ എങ്ങനെയുണ്ട് ചൂട്? നിങ്ങൾക്കറിയാലോ, ഈ നല്ല പൊരി വെയിലത്തും ആവേശം വർദ്ധിച്ചുകൊണ്ടാണ് UDF-ന്റെ പ്രവർത്തകർ ഇന്ന് സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് എൻ്റെ 4ാമത്തെ പര്യടനമാണിത്. ആദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങി, അത് കഴിഞ്ഞ് നന്ദി പറയാൻ വന്നു, അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷന് വീണ്ടും വന്നു, ഇപ്പോൾ ഇത് 4ാമത്തെ തവണയാണ് ഒരു വർഷത്തിൽ. അപ്പോൾ ഒക്കെ കണ്ട മുഖങ്ങൾ തന്നെ അവർ കൂടുതൽ സന്തോഷത്തോട് കൂടുതൽ സൗഹാർദ്ദത്തോടും കൂടി പെരുമാറുകയാണ്. കാരണം കഴിഞ്ഞ 8 മാസം കൊണ്ട് നിലമ്പൂരിന് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിൽ അവരൊക്കെ സംതൃപ്തരാണ്. മാത്രമല്ല ഇനിയും ഈ 5 വർഷക്കാലം എന്ന് പറയുന്നത് വികസന കുതിപ്പിൻ്റെ കാലഘട്ടമാക്കി മാറും എന്ന് വലിയ വിശ്വാസത്തോടു കൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേവലം ഒരു 7-8 മാസം മാത്രമാണ് താങ്കൾക്ക് ഒരു MLA എന്നുള്ള പദവിയിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ആ ഒരു പ്രവർത്തനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 8 മാസത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർക്കും എന്നെ പരിചയപ്പെടുത്തേണ്ട, എനിക്കും പുതുതായി ആരെയും ഒക്കെ നമ്മൾ കണ്ട മുഖങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 8 മാസത്തെ അനുഭവങ്ങൾ ഈ നിലമ്പൂരുള്ള മുഴുവൻ ജനങ്ങളും കൃത്യമായി, കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA-ക്ക് ഒരു 8 മാസം കൊണ്ട് അതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയം കഴിഞ്ഞ് നോക്കിയാൽ ആകെ 10, 200, 210 ദിവസമുള്ളത്. ഇത്രയും ദിവസത്തിനുള്ളിൽ 200 ചില്ലാനം കോടി രൂപയുടെ പുതിയ ഉത്തരവുകൾ വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നത് കാരണം അത് ഏറ്റവും അവർക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടാവുന്ന അവർ സംതൃപ്തരുമാണ്. അപ്പോൾ അത് ഇനിയും നമുക്ക് 5 വർഷം ലഭിക്കുമ്പോൾ നിലമ്പൂരിന് വേണ്ടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ നിലമ്പൂർ മണ്ഡലത്തിലും UDF-ന് അനുകൂലമായി ബാധിക്കുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? നിലവിലുള്ള ഈ ഒരു ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികല്ലേ. കഴിഞ്ഞ 10 കൊല്ലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ താഴെ ഇറക്കണമെന്ന് UDF മാത്രമല്ല ചിന്തിക്കുന്നത്, നിഷ്പക്ഷമതികളുമല്ല. CPM-ന്റെ പാർട്ടിക്കകത്ത് തന്നെ നിരവധി ആളുകൾ ആ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും. ഇപ്പം എൻ്റെ പര്യടന പരിപാടി നടക്കുമ്പോൾ ഇതിനോടൊപ്പം ഓരോ പഞ്ചായത്തിലും നിരവധി CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, അത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി മെമ്പർമാർ നമ്മൾ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രയാണം ആരംഭിക്കുന്നത്. നിരവധി ആളുകൾ നിലമ്പൂരിൻ്റെ പരിസരത്ത്. ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഇന്ന് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് 7 പേർ CPM-ന്റെ മുൻ MLA-മാരാണ്. CPM കൂടുവിട്ട് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്തു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത്രമാത്രം ഒരു പിണറായി വിരുദ്ധ വികാരം ഈ നാട്ടിൽ അലയടിക്കുന്നു എന്നതായ യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അടക്കം നേരിട്ട് വന്നു, എന്നിട്ടും താങ്കൾക്ക് 11,000-ത്തിലധികം ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത്. ഇത്തവണ എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ? എന്തായാലും നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അസംബ്ലിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് MLA-ക്ക് കിട്ടിയ വോട്ടിനേക്കാളും കൂടുതൽ വോട്ടുണ്ടാവും. ഇപ്പോൾ
ഇനിയും ഒരുപാട് വികസനങ്ങൾ എത്തേണ്ട മേഖലകളൊക്കെ നിലമ്പൂരിലുണ്ട്. കാരണം ജനസംഖ്യ കൂടുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മുൻഗണന നൽകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് പ്രധാനമായിട്ടും നമ്മൾ മുൻഗണന ഞാൻ തീരുമാനിക്കേണ്ടതല്ല. അതിന് നമ്മൾ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുക. വികാസ് വിഷൻ 2040 2040 വരെയുള്ള നിലമ്പൂർ എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുക. എൻ്റെ ഫണ്ട് എങ്ങനെ കൊടുക്കണമെന്ന് ജനങ്ങളുടെ നിർദ്ദേശം. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, MLA, MP ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. അതിൽ ജനങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള ഇപ്പം തന്നെ ഉണ്ട് ആളുകൾ നിരവധി നിർദ്ദേശങ്ങൾ. അതിന് പ്രത്യേകമായ ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് സ്കാൻ ചെയ്താൽ എല്ലാവർക്കും സൈറ്റിൽ കയറി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. അങ്ങനെയുള്ള ഒരു സമഗ്രമായ വികസന പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്നൊരു മണ്ഡലമാണ് നിലമ്പൂർ. പ്രത്യേകിച്ച് വന്യമൃഗശല്യം അടക്കം വലിയ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം കൂടിയാണ്. അതിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്? ഇത് 100% ഇവിടുത്തെ അധ്വാനിക്കുന്ന കർഷകർ അവരുടെ ഭൂമിക്കും അവരുടെ ജീവനും അത് പൂർണ്ണമായി സംരക്ഷണം കൊടുക്കുന്നൊരു നിലപാടായിരിക്കും UDF ഉണ്ടാക്കുക. വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന കാർഷിക ഭൂമിയാണെങ്കിലും അതേപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളാണെങ്കിലും അത് പൂർണ്ണമായും വനമേഖലയുമായി ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള സൗരോർജ്ജ വേലിയോ എന്താണ് സ്ഥാപിക്കാൻ കഴിയുന്നത് അത് സമഗ്രമായി സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അതുപോലെ ആദിവാസികളുടെ പുനരധിവാസം, അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം, നിരവധി കാര്യങ്ങൾ നമുക്കിനി ചെയ്യാനുണ്ട്. അതിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു വലിയ സംവിധാനം തന്നെ ഉണ്ടാക്കി. ഇപ്പോൾ ഓരോ പഞ്ചായത്ത് തലങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ കാണുന്നില്ലേ, നട്ടുച്ച നേരത്ത് നമ്മൾ നിൽക്കുന്നത് എത്ര മണിക്കാണ്? 1:45 മണിക്കാണ് ഈ കൊടുവെയിലത്ത്. വഴിക്കടവ് പഞ്ചായത്തിലാണ്. ഇവിടെ ഈ നട്ടുച്ച നേരത്തും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാലോ, ഒരു കാലത്തുമില്ലാത്ത ആവേശം ലഭിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഇതാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ്. പ്രചരണത്തിന്റെ വലിയ തിരക്കാണ്, ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ ആ പ്രചരണ തിരക്കിലാണ്, ഇടയിലാണ് ഉച്ചഭക്ഷണത്തിന്റെ വിശ്രമത്തിൽ വഴിക്കടവ് കവളപ്പൊയ്കയിൽ നിന്നുമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നത്. വലിയൊരു ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥിയുള്ളത്. പ്രചരണ പ്രവർത്തനങ്ങൾ ഇനി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും നിലമ്പൂരിൽ UDF ഇത്തവണയും സീറ്റ് നിലനിർത്തിക്കൊണ്ട് വലിയൊരു വിജയം സമ്മാനിക്കും എന്ന് തന്നെയാണ് ആര്യടൻ ഷൗക്കത്ത് നമ്മളോട് പറയുന്നത്. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ.